ഹായ് എവരിവൺ, എല്ലാ സഞ്ചാരപ്രിയർക്കും സ്വിസ് സഞ്ചാരി ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. സ്വിറ്റ്സർലൻഡിലെ പ്രശസ്ത ടൂറിസ്റ്റ് കേന്ദ്രമായ ഇന്റർലാക്കനിലെ കൂർസാൽ ഗാർഡനിൽ ബോളിവുഡ് സംവിധായകനായ യാഷ് ചോപ്രയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പല സിനിമകളും സ്വിറ്റ്സർലൻഡിലെ മനോഹരമായ ലൊക്കേഷനുകളിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ദിൽവാലെ ദുൽഹാനിയ ലേ ജായേങ്കെ, ചാന്ദിനി, വീർ സാറ പോലെയുള്ള സിനിമകൾ ബോളിവുഡിൽ സ്വിറ്റ്സർലാൻഡ് റൊമാൻസ് എന്ന ട്രെൻഡ് തന്നെ സൃഷ്ടിച്ചു. ഇതിനുള്ള ആദരസൂചകമായിട്ടാണ് 2016 പ്രതിമ സ്ഥാപിക്കുന്നത്. ആരാണ് ഈ യാഷ് ചോപ്ര എന്ന് നോക്കാം. ഇന്ത്യൻ സിനിമയിലെ പ്രശസ്തനായ ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവുമായിരുന്നു യാഷ് ചോപ്ര. 1932 സെപ്റ്റംബർ 27 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ലാഹോറിൽ, അതായത് ഇപ്പോഴത്തെ പാകിസ്ഥാനിലാണ് അദ്ദേഹം ജനിച്ചത്. ഹിന്ദി സിനിമയിൽ നിരവധി പ്രണയകഥകൾ, കുടുംബ ചിത്രങ്ങൾ, ആക്ഷൻ ചിത്രങ്ങൾ തുടങ്ങിയവ അദ്ദേഹം സംവിധാനം ചെയ്തു. യാഷ് ചോപ്ര സിനിമാ കരിയർ ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരൻ BR ചോപ്രയുടെ സംവിധാന സഹായിയായിട്ടാണ്. 1959 ദൂൽ കാ ഫൂൽ എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്തേക്ക് കടന്നു. 1973 തന്റെ സ്വന്തം ബാനറായ യാഷ് രാജ് ഫിലിംസ് സ്ഥാപിച്ചു. സിനിമാ മേഖലയിൽ നൽകിയ സംഭാവനകൾക്ക് ഇന്ത്യ ഗവൺമെന്റ് 2001 ദാദാസാഹേബ് ഫാൽക്കെ അവാർഡും 2005 പത്മഭൂഷൺ അവാർഡും നൽകി അദ്ദേഹത്തെ ആദരിച്ചു. കൂടാതെ നിരവധി ഫിലിം ഫെയർ അവാർഡുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. 2012 ഒക്ടോബർ 21 യാഷ് ചോപ്ര മുംബൈയിലാണ് അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ അവസാന ചിത്രമാണ് ജാബ് ടാക് ഹൈ ജാൻ. അത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് റിലീസ് ചെയ്തത്. ഇന്നും യാഷ് രാജ് ഫിലിംസ് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസുകളിലൊന്നായി തുടരുന്നു. അദ്ദേഹത്തിന്റെ സിനിമകൾ പ്രണയം, സംഗീതം, മനോഹരമായ ലൊക്കേഷനുകൾ എന്നിവ കൊണ്ട് പ്രശസ്തമാണ്. യാഷ് ചോപ്ര കിങ് ഓഫ് റൊമാൻസ് എന്ന പേരിലാണ് ബോളിവുഡിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ സ്റ്റൈലായ കോട്ടണിഞ്ഞ് കയ്യിൽ ഒരു ഫിലിം റീൽ പിടിച്ചിരിക്കുന്ന രൂപത്തിലാണ് പ്രതിമയുള്ളത്. ഇത് അദ്ദേഹത്തിന്റെ സിനിമാ പ്രതിഭയെ പ്രതിനിധീകരിക്കുന്നു. ഇന്റർലാക്കനും യുംഫ്ര പ്രദേശവും ഇന്ത്യൻ ടൂറിസത്തിന്റെയും ബോളിവുഡിലെയും പ്രധാന കേന്ദ്രങ്ങളായി മാറിയത് യാഷ് ചോപ്രയുടെ സിനിമകളുടെ പ്രഭാവം കൊണ്ടാണ്. 2011 സ്വിറ്റ്സർലൻഡ് ടൂറിസം യാഷ് ചോപ്രയെ അംബാസഡർ ഓഫ് ഇന്റർലാക്കനായി പ്രഖ്യാപിച്ചു. യാഷ് ചോപ്രയുടെ സിനിമകൾ കാരണം സ്വിറ്റ്സർലൻഡ് ബോളിവുഡിന്റെ സെക്കൻഡ് ഹോമായി മാറി. ഇന്ത്യൻ സിനിമാ പ്രേമികൾക്കിടയിൽ സ്വിറ്റ്സർലൻഡ് ഏറെ ജനപ്രിയമായി. യാഷ് ചോപ്ര തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഐ ആം ഇൻ ലവ് വിത്ത് സ്വിറ്റ്സർലാൻഡ്. ഇന്റർലാക്കനെ ബോളിവുഡിന്റെ സ്വിസ് ഡെസ്റ്റിനേഷനാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ച യാഷ് ചോപ്രയുടെ സ്മരണയ്ക്കുള്ള ഒരു ഉജ്ജ്വല സ്മാരകമാണിത്. യാഷ് രാജ് ഫിലിംസിന്റെ ആരാധകർ ഈ സ്ഥലം സന്ദർശിക്കുകയും ഫോട്ടോകൾ എടുത്ത് ഓർമ്മകളായി സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഈ പ്രതിമ കൊണ്ട് ഈ സ്ഥലം ഏറെ പ്രസിദ്ധമാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് ഇതൊരു മുഖ്യ ഫോട്ടോ സ്പോട്ട് ആണ്. മറ്റൊരു പുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.